ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. എന്നാൽ ഇന്നത്തെ നമ്മളുടെ റെസിപ്പിയിലേക്കൊന്ന് പോയാലോ? വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമോസയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തന്നെയാണ് ഇതിനെ ഒന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. സാധാരണ മൈദമാവ് കൊണ്ടാണ് നമ്മൾ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കുക വെച്ചാലും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് സമോസ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അയമോദകം 1/2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ അത്ര തന്നെ സ്മൂത്ത് ആകേണ്ട കാര്യമില്ല, ഒന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുത്തോളൂ. എന്നാലാണ് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അതങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് അതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സമോസയിലേക്കുള്ള ഫില്ലിങ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 ഇടത്തരം ഉരുളക്കിഴങ്ങാണ്. ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അടുപ്പിൽ നമ്മൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് ആ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണങ്ങിയ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് അത് സാധാരണ വേവിച്ചിട്ട് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ എടുത്താലും മതി. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിൻ്റെ പാകത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെ എടുക്കുകയാണ് നല്ലത്. പിന്നെ മല്ലിയുടെ ഇല 1 ബൗളും കൂടി ചേർത്തിട്ട് ആ പച്ചമണം മാറി കിട്ടണ വരെ, ഈ മസാലകളുടെ പച്ചമണം മാറി കിട്ടണ വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നപോലെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആംചൂർ പൊടിയും അല്ലെങ്കിൽ ചാറ്റ് മസാലയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഗരം മസാല കൂടുതലിടുക. ഒരു പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയൊരു ചെറുനാരങ്ങയുടെ ഒരു പോർഷൻ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യാം. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മിക്സിങ്ങിന്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഈ ഫില്ലിങ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഫില്ലിങ് ഉണ്ടായിരിക്കുക കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, മാവ് കുഴച്ച പോലെ, അത് ശരിക്കും ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തിയിട്ട് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത 2 ഭാഗങ്ങളും തമ്മിൽ ഇങ്ങനെ ഒന്ന് സീൽ ചെയ്യുക. സീൽ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നിറച്ച് കൊടുക്കുക പറഞ്ഞാൽ ഒരുപാട് ടൈറ്റായിട്ട് നിറച്ച് കൊടുക്കരുത്. 1 ടീസ്പൂൺ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ കറക്റ്റായിട്ട് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇവിടെ പരത്തി ചപ്പാത്തിയുടെ ആ വലിപ്പം കണ്ടുവല്ലോ, അതുപോലെയുള്ളതിന് 1 ടീസ്പൂണാണ് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാലാണ് അത് സീൽ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ സീലിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നോക്കി നോക്കൂ, ഇപ്പോൾ നല്ല ഷേപ്പിൽ ഒരു മിനി സമോസയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയില്ലേ. വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റണ നല്ലൊരു സ്നാക്സ് ആയിട്ടാണ്. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സീൽ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ക്രിസ്മസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും. പക്ഷേ ചൂടോടുകൂടി കഴിക്കണം, എന്നാലാണ് സമോസയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റ ലെയർ ഈ ഗോതമ്പ് മാവിൻ്റെ ഒരൊറ്റ ലെയർ ഇതിൻ്റെ പുറത്തുള്ളൂ. ഉള്ളിലുള്ളത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സമോസയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യാം.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇനി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. ദാ ഇപ്പം നമ്മുടെ സമോസ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ആയി കഴിഞ്ഞു. കണ്ടോ, അതിൽ ഓയിലും കണ്ടോ, അധികം കുടിക്കണില്ല, ഓയിലൊന്നും അധികം കുടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസയാണ്, ക്രിസ്പായിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യൂ. താങ്ക് യു.